അപ്പോൾ എല്ലാവർക്കും ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോത്ത് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോയോളം പോത്തിറച്ചി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പോത്തിറച്ചി തന്നെയാണ് കേട്ടോ, ബീഫല്ല, അതായത് കൗവല്ല. ഇവിടെ നമുക്ക് ഇന്ത്യൻ കടയിൽ പോത്തിറച്ചി അവൈലബിൾ ആണ്. അപ്പം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി വാങ്ങിച്ചതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് എല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലും കൂടെ ഉണ്ടെങ്കിൽ ഈ കറി കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അവിടെ എല്ലാം ഉണ്ടായിരുന്നില്ല, മാംസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോന്നു. അപ്പം പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ന് നല്ല അടിപൊളി വെതറാണ് വെളിയിൽ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഗ്യാസൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്ത് നിന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫേമസ് റെസിപ്പിയാണ്. അപ്പം പുള്ളി പറഞ്ഞു തന്നിട്ട് ഞാനിത് വെക്കുകയാണ്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, അതേപോലെ 2 ടേബിൾ സ്പൂൺ മീറ്റ് ഒലർത്ത് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക. ഇത് നമുക്ക് പിന്നീട് ഈ കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഇറച്ചി കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്തവർ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ശരിക്കും ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അത് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ശരിക്കും പിന്നെ നമ്മൾ മല്ലിപ്പൊടിയൊന്നും വേറെ ചേർക്കില്ല കേട്ടോ. ഇത് ഇത്രയും ചേർക്കുകയുള്ളൂ. ഇതിനകത്തോട്ട് ഈ വേവിക്കാൻ വെക്കുന്നതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അതും ഇതേപോലെ മല്ലിപ്പൊടി ചേർത്തതിൻ്റെ അത്രയും തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു ബൗളിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് മസാലകൾ ആദ്യം. അപ്പോൾ അതിനകത്തുനിന്ന് 1.5 ടീസ്പൂണോളം ആ മസാലക്കൂട്ട് എടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ആ കൂട്ടിൽ നിന്ന് 1.5 ടീസ്പൂണോളം മസാലപ്പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാലപ്പൊടിയെല്ലാം ചേർത്തതിന് ശേഷം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനാണെങ്കിൽ നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനൊരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം ഇത് വേവിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം ഈ ബീഫിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഇതിന് വേവാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിലോളം വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇറച്ചി അവിടെ കുക്കറിനകത്ത് ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റൗവിന് ഭയങ്കര തീയാണ്, അതുകൊണ്ട് ഇത് എളുപ്പം റെഡിയാവും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഒരു കൈപ്പിടിയോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പം ഒരു 2 തണ്ടോളം കറിവേപ്പില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് വഴണ്ടി വരണം കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് ഇളക്കണം. അപ്പോൾ ദാണ്ട് ഇത് മൂത്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ ഞാനിവിടെ 2.5 സവോളയും ബാക്കി ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി മാത്രം ഉള്ളവർക്കാണെങ്കിൽ, ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, സവോള ചേർക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അത്രയും ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2.5 സവോളയും ഒരു 10-12 ചെറിയ ഉള്ളിയും അരിഞ്ഞതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അത് സവോള ഇടുന്നതിന് മുന്നേ ആദ്യം ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഈ ഉരുളിക്ക് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ട് ഒന്ന് വഴണ്ടതിന് ശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക.
അപ്പം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തൊട്ട് നമുക്ക് പച്ചമുളക് 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 3 ചേർക്കുന്നത്. അപ്പം എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തില്ലെങ്കിൽ അതിന് ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് സമയം നിന്നിട്ട് തന്നെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഉള്ളി ദാണ്ടെ ഇതേപോലെ ഏകദേശം വഴണ്ട് ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വഴലാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പൊടി മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ നേരത്തെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബൗളിൽ കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, അതേപോലെ മീറ്റ് ഉലർത്ത് മസാല, ഇതെല്ലാം കൂടി ഒരു ബൗളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ 1.5 ടീസ്പൂണോളം എടുത്തിട്ടാണ് ഇറച്ചി വേവിക്കാനായിട്ട് കുക്കറിലിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് എല്ലാം കൂടെ ദാണ്ട് ഇതേപോലെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് ഒരുപാട് തീ കൊടുക്കാൻ പാടില്ല, ചെറിയ രീതിയിൽ തീ കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്ന പോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുക. ഈ പാത്രത്തിന് നല്ല ചൂടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റും, ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ദാണ്ടെ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് നന്നായിട്ട് നല്ല പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ, അതാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. ഈ മസാലയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇറച്ചി വേവിക്കാനായിട്ട് ഓൾറെഡി മല്ലിപ്പൊടി മുളക് പൊടിയും എല്ലാം ചേർത്ത് ഇറച്ചി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ അത് ഇതിനകത്തോട്ട് തട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കാറില്ല. ഈ ഒരു മസാലക്കൂട്ട് മാത്രമേ ഇതിനകത്തോട്ട് ചേർക്കാറുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇതിനകത്തോട്ട് കിടന്നൊന്ന് മൂക്കണം. അപ്പോൾ അതൊരു കുറച്ച് സമയം എടുക്കും അതൊന്ന് മൂത്ത് വരാനായിട്ട്. അപ്പം നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാണ്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശകലം വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റണം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഒഴിച്ച വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ദാണ്ടെ മറ്റേ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റി ഒരുവിധം. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയും ഉള്ളിയും എല്ലാം കൂടെ കിടന്നൊന്ന് വേവണം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഞാനിവിടെ മൂന്നാമതും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ വെള്ളം വറ്റിയതിന് ശേഷം വീണ്ടും രണ്ടാമത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും വറ്റിയതിന് ശേഷം ഞാൻ മൂന്നാമത് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഇത്. അപ്പോൾ ഇത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ആയി പോകരുത്. അപ്പം ഈ വെള്ളത്തിനകത്ത് കിടന്നിട്ട് ഈ മസാലയും ഈ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് നല്ല എന്താ പറയുക, നല്ല വെന്തുടയണം. എങ്കിലേ നമുക്ക് ആ ഗ്രേവിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഈ ബീഫിൻ്റെ മസാലയ്ക്ക് ആ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണം. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പറയില്ല വായിക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു പോകുന്നു എന്ന്. അപ്പം ആ ഒരു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് ഇത്രയും മതിയാവും. അപ്പം ഇനിയിപ്പം വെള്ളം ഒഴിക്കേണ്ട. അപ്പം ഇത് മതി. 3 പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട്. ഇതായിരിക്കണം പരുവം. അപ്പം ഈ പരുവത്തിലായിരിക്കണം അവസാനം ഇരിക്കാനായിട്ട്. ഇനി നമ്മൾ നമ്മുടെ എന്താണ് ഇറച്ചി വേവിച്ചത് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇറച്ചി, അത് ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിനകത്ത് ഞാൻ ഇവിടെ ഒരു 5 വിസിലോളമായിരുന്നു ഈ ഇറച്ചി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇത്. അപ്പം 5 വിസിൽ കൊടുത്തിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഉരുളിക്കകത്തിട്ട് വേവിക്കാം. അപ്പം ഉരുളിക്കകത്ത് എങ്ങനെയാണെങ്കിലും ഒരു 10-20 മിനിറ്റ് ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കാൻ. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. ഇത് നല്ല രീതിയിലൊക്കെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് വെച്ചെങ്കിലേ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് കഷ്ടപ്പെടണം. അപ്പം ഈ എന്താണ് നമ്മൾ കുക്കറിൽ വേവിച്ചിരുന്ന ബീഫ് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇളക്കി ക്ഷീണിച്ചു, അതുകൊണ്ട് കുറച്ച് നേരം എൻ്റെ കെട്ടിയോനാണ് ഇനി ഇളക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ക്യാമറ പിടിക്കുകയാണ്.
ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബീഫും ഈ ഗ്രേവിക്കകത്ത് കിടന്നിട്ട് ഒരു 20 മിനിറ്റോളം വീണ്ടും നമ്മൾ അതിനകത്ത് കിടന്നൊന്ന് വേവണം. അപ്പോൾ ഈ മസാല ഈ ഗ്രേവിക്കകത്തുള്ള മസാല ഉണ്ടല്ലോ അതൊക്കെ ഇതിനകത്തോട്ട് ബീഫിനകത്തോട്ടും കൂടെ ഒക്കെ ഒന്ന് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിലായി വരണം. അപ്പം ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് നല്ല അടിപൊളി വെതറാണ്. നല്ല വെതറാണ്. അപ്പം തണുപ്പൊക്കെ മാറി സ്പ്രിംഗ് ടൈം ആയിട്ടുണ്ട്. അപ്പം ബാക്ക് യാർഡ് കംപ്ലീറ്റ്ലി മെസ്സാണ്. ഇനി കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു ദിവസം ഇട്ട് കാണിക്കുന്നതായിരിക്കും. ബാക്ക് യാർഡും അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിപ്പോൾ കംപ്ലീറ്റ്ലി മെസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതാണ് കറക്റ്റ് പരുവം. അപ്പം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 10-20 മിനിറ്റോളം ഇരിക്കണം. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ പോയി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, തീ കുറച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി ഇവിടെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പം വെള്ളമെല്ലാം വറ്റി ദാണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ കിടക്കണം. എങ്കിലേ അത് കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. പിന്നെ അത് ഇനി ലാസ്റ്റ് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ കറിയുടെ അവസാനം ചേർക്കാനായിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കസ്കസ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് 1 ടീസ്പൂണോളം കസ്കസ് ഉണ്ട്. അത് വെള്ളത്തിനകത്ത് കുതിർക്കാൻ വെച്ചിരുന്നതാണ്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി അരിച്ചിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണോളം പെരുംജീരകം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത്രയും തന്നെ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് കറിയുടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ കൂട്ടാണ്. അതായത് കസ്കസ്, പെരുംജീരകം, ഗരം മസാല ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചതാണ്. ആ പേസ്റ്റാണിത്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ചെറിയ ലോ ഫ്ലെയിമിൽ, അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഒരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ചിക്കൻ കറി വെക്കുമ്പോഴും അതിൻ്റെ ലാസ്റ്റിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. ഇത് ഒരുവിധം ആയിട്ടുണ്ട്, എന്നാലും ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ കോംബോ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പൊറോട്ടയാണ്. അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു ഹരമാണ് ഈ പൊറോട്ടയും ബീഫ് കറിയും എന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും കൂടെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ സാറേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ കടയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ആ ഒരു ഫ്രഷ് പൊറോട്ടയോ അല്ലെങ്കിൽ ആ ബീഫിൻ്റെ ടേസ്റ്റോ ഒന്നും നമുക്കിവിടെ കിട്ടാത്തില്ല. അപ്പം നമ്മൾ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് ചൂടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. ഇനി ലാസ്റ്റ് ഇതിനകത്തോട്ട് ഒരു മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് കിടന്ന് നമ്മൾ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു രസത്തിന് വേണ്ടിയിട്ട് ഒരു കാണാനും ഒരു ലുക്ക് ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനും കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പോത്ത് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ലുക്കുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ അതിനെക്കാട്ടിലും അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഇപ്പം ഞങ്ങൾ രാത്രിയായി. ഞങ്ങൾ ഏതാണ്ട് ഒരു 6:45 ആയപ്പോൾ കുക്കിംഗ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മണിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം എടുത്ത് അകത്ത് കൊണ്ടുപോകാൻ പോവാണ്. അകത്ത് കൊണ്ടുവന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പോത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പൊറോട്ടയും ബീഫും നല്ല കോംബോ ആണെന്ന്. അപ്പോൾ എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട കോംബോ അതാണ്. അതേപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയും ബീഫും. അപ്പം ഇത് ഫ്രോസൺ പൊറോട്ടയാണ്, അത് ചൂടാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പൊറോട്ട എടുത്തതിന് ശേഷം
ബീഫ് കറിയിലൊന്ന് മുക്കി കുറച്ച് ബീഫിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന തക്കാളിയും ആ പച്ചമുളകും കൂടെ കുറച്ചെടുത്തു. എന്നിട്ട് അതിങ്ങനെ കഴിക്കണം. അപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊളി സാധനമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.